ഈ ഐഷ പോറ്റി അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണെന്ന് നിങ്ങൾ സ്മെല് ചെയ്തിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. താങ്കൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ സംസാരിച്ചിരുന്നു അവരോട്, അവരുടെ അതിർത്തി പരസ്യമാക്കപ്പെട്ട സമയത്ത് നിന്ന്. അങ്ങനെ ഉണ്ടായിരുന്നോ? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തിപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സജീവമായി നിൽക്കേണ്ട ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക നേതാവാണ്. അപ്പോൾ ആ തരത്തിൽ കണ്ടാൽ മതിയല്ലോ. പിന്നെ നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നം ഉന്നയിക്കുന്ന പ്രശ്നമാണ് നമ്മൾ വെക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഇത്രയും ശ്വാസം മുട്ടിക്കൽ ഉണ്ടായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ നേതാക്കന്മാരാക്കുന്നത്, ജനപ്രതിനിധികളാക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം വഴി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ക്ഷേമ പെൻഷൻ തന്നെ മാസങ്ങൾ കൊടുക്കാതിരുന്ന, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന, സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ തകർക്കുന്ന നയമാണ് പലപ്പോഴും കോൺഗ്രസ് നടത്തിയത്. ഇത് വെറുതെ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്നറിയാം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇത്ര കാലത്തേ ഉണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. യു ഡി എഫിന് അങ്ങനെയുള്ള യു.ഡി.എഫിനെ സാധാരണ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമല്ലാതെ വേറൊരു കാര്യം ഇതിനകത്തില്ല. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല.